ആളെ കണ്ടിട്ട് ബ്രേക്ക് അടിക്കാനൊക്കെ റെഡി ആയില്ലേ? ആണോ? ഓക്കെ ഓക്കെ. 3-4 കൊല്ലോ? അതേതാ 3-4 കൊല്ലം? ഞാനറിയാത്തൊരു 3-4 കൊല്ലം. എന്ത് നിഴലുകൾ നടന്നു പോകുന്നുണ്ടല്ലേ? ഇതാ നിഴലുകൾ നടന്നു പോകുന്ന. അയ്യോ ഹായ് പറ. ഇത് കുരിശുപള്ളി, നമ്മള് കുരിശുപള്ളിയാണ്. ഇതാണ് ഷിപ്പ് മാൾ. ശരിക്കും ഷിപ്പിനെ പോലെ തന്നെ ഉണ്ടാവും കണ്ടില്ലേ? ഇപ്പൊ പുത്രനായിട്ട് ഇവിടെ വരലുണ്ടായിരുന്നു പണ്ട്. ഓർമ്മ ഉണ്ടോ അറിയില്ല. ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഏർലി മോർണിംഗിലുള്ള ചെറിയ കലാപരിപാടികളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കൊന്ന് കരാട്ട പ്രോഗ്രാം ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് ചെടി വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട് ടൗണിൽ. അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ വാങ്ങുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടും അങ്ങനത്തെ കുറച്ച് ചെടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ബീച്ചിൽ പോണോ? കാലി അടിക്കാം, കട്ടടിക്കാം. കട്ടൻ ബീച്ചിൽ രാവിലെ പോയാൽ നല്ല കട്ടൻ ചായയും പരിപ്പടിയോ അല്ലെങ്കിൽ ബോണ്ട എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ ആൾക്കാരും ഉണ്ടാവില്ല. ലൈസൻസ് എടുത്തിട്ട് കാലമില്ല എന്നറിയാം. ആളെ കണ്ടിട്ട് ബ്രേക്ക് അടിക്കാനൊക്കെ റെഡി ആയില്ലേ? ആണോ? ഓക്കെ ഓക്കെ. 3-4 കൊല്ലോ? അതേതാ 3-4 കൊല്ലം? ഞാനറിയാത്തൊരു 3-4 കൊല്ലം. ഇത് വണ്ടിപ്പേട്ട ജംഗ്ഷനാണ്. കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബിസ്മി ഹൈപ്പർ ഇലക്ട്രിക് ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ബിസ്മിന്റെ മനോരമ ജംഗ്ഷൻ. ഇതൊക്കെ വൈഡനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മലയാള മനോരമ, കോഴിക്കോട് മലയാള മനോരമ. ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട്. ഏതാ, ഗാലക്സി ആണോ? ഏതാ അറിയില്ല, ഗാലക്സിന്റെ ആണോന്ന് അറിയില്ല. വലിയ ഫ്ലാറ്റ് വരുന്നുണ്ട്. പറന്നു പോകുന്നുണ്ട്. ഓണടിച്ച് വെറുപ്പിച്ച് കൈമത്തുന്നുണ്ട്. ഇത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ. ഇത് നേരെ പോകുന്ന സരോവരം. ഇത് ഫാത്തിമ ഹോസ്പിറ്റലാണ് കാണുന്നത്. ഇത് വെറ്റിനറി ഹോസ്പിറ്റൽ കോഴിക്കോടുള്ള ബിൽഡിംഗ് ഉണ്ട്, നല്ല ഡിസൈനായിട്ട്. ഇത് കുരിശുപള്ളി, നമ്മളെ കുരിശുപള്ളിയാണ്. ഐസൺ ഹോട്ടല്. ഇതാണ് ഷിപ്പ് മാൾ. ശരിക്കും ഷിപ്പിനെ പോലെ തന്നെ ഉണ്ടാവും കണ്ടില്ലേ? നല്ല എന്താ ഷിപ്പ് കൃത്യമായി തന്നെ. അശോക ഹോസ്പിറ്റലാണിത്, പൊളിച്ചുപോയി. ഇവിടെയൊക്കെ ഈ റോഡ് വീതി കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോ വൈഡനിങ്ങിനുള്ള ഈ 2 സൈഡ് വൈഡനിങ്ങാ. കാലം കുറെ ഇതിങ്ങനെ വീതി കൂട്ടാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുവരെ പണിയൊന്നും കഴിഞ്ഞില്ല. ഈ പണി നടക്കാത്തതിനെ കൊണ്ട് ഫുൾ ടൈം ബ്ലോക്ക് അവിടെ. വൈകുന്നേരം രാവിലെയും ഉച്ചക്കൊക്കെ ബ്ലോക്ക് തന്നെ. അഞ്ചര സ്ക്വയർ മാനാഞ്ചിറ. നേരെ ഇപ്പൊ കണ്ണൂർ റോഡ് വയനാട് റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തുന്നത് മാനാഞ്ചിറ. പിന്നെ നേരെ അപ്പുറത്താണ് മാനാഞ്ചിറ കുളമൊക്കെ വരുന്നത്. നമ്മൾ പോകുമ്പോ സൈഡിൽ കൂടി പോകുമ്പോൾ കുളം കാണാം. ഇത് BM സ്കൂളാണ്, BM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. ഈ കാണുന്നത് പാമണി റോഡാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കമ്മീഷണർ ഓഫീസാണ്. കമ്മീഷൻ ഓഫീസ്. ഇതാണ് പട്ടാളം പള്ളി. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ SM സ്ട്രീറ്റിലേക്കാണ് കിടക്കുക. ഇതാണ് LIC കോർണർ. LIC കോർണർ പറയാറ് ഇതാണ് LICന്റെ അവരെ ബിൽഡിംഗ് ആണ്. LIC ഇതാണ് LIC ബിൽഡിംഗ്. ഇത് മാനാഞ്ചിറ.
മാനാഞ്ചിറ. ഇതാണ് SM സ്ട്രീറ്റ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം, SM സ്ട്രീറ്റിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മളെ ചെടിയൊക്കെ കിട്ടുന്നു. നമ്മളൊന്ന് ലേറ്റ് ആയതിനെ കൊണ്ട് കുറെ ആൾക്കാരില്ല, ഒരു ടീം ഇല്ലെന്ന്. 2-3 ടീം ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ സൈഡാക്കി വെക്കാം നമുക്ക്. ഇതാണ് നേരെ കാണുന്നതാണ് മാനാഞ്ചിറ സ്ക്വയർ. നല്ല ഭംഗിയുണ്ടല്ലേ ഇത്? നല്ല ഭംഗിയുണ്ട്. ഒന്നല്ല വന്ന വെക്കാൻ സ്ഥലമല്ല, വിഷുവല്ലേ. ഭയങ്കര തിരക്കാ, വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബോഗൻവില്ല അവിടെ എത്തില്ല. ബോഗൻവില്ല ഇല്ല, ഇല്ല അവിടെ എത്തില്ല. ഡാലിയുണ്ടോ? ഡാലി, ഇത് ഡാലിയല്ലേ? ഇതിന്നില്ല ഡാലി. ഇതെന്താ വില വരുന്നേ? ഇതെത്ര? ആ നൂറോ? 100 ഉള്ളൂ ഡാലി കേട്ടോ. ആണോ ഡാലിയ? 100 ഡാലിക്ക്. ഓ ഉണ്ടാവതെന്താ? അമ്പലുണ്ട്. കളറുണ്ടോ? ഇല്ലല്ലോ, ഈ കളറില്ലല്ലോ. ആ കളറില്ല, അതെടുത്തോണെങ്കിൽ ഇതൊന്നും എടുക്കോ? ഈ കളർ എടുക്കോ കേട്ടോ. ആ കളറ് ഇത് മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഇവിടെ പോയി വൈഫൈ പോയി ഓറഞ്ച് അതല്ല അതല്ല, റോസ് റോസ്. ആ റോസ് 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 ചെറുത്. അതിന്റെ ഓറഞ്ച് വേറെ കളർ കൊണ്ടല്ലേ? സെൻട്രൽ ലൈബ്രറി കോഴിക്കോട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് പുതിയൊരു കോംപ്ലക്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്നുള്ളൂ. SM സ്ട്രീറ്റ്. അടുത്ത ആഴ്ച ഇങ്ങോട്ടേക്ക് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല തിരക്കേക്ക്. പൂജ്യത്തെ സ്ഥലം ഉണ്ടാവില്ല. സൺഡേ കണ്ടില്ലേ? ഇതാണ് SM സ്ട്രീറ്റ്, കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള SM സ്ട്രീറ്റ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീ ദുർഗാദേവി ക്ഷേത്രമുണ്ട്. PM താജ് റോഡ്. ഇത് നമ്മളെ ഈ 20 റുപ്യ 30 റുപ്യ 40 റുപ്യൊക്കെ കിട്ടുന്ന ഡ്രസ്സിന്റെ സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. കണ്ടില്ല? ചെറിയ ബനിയൻ, നിക്കർ, വര തുറന്നില്ല. സമയം അതപ്പോ 8 മണി ആയിട്ടുള്ളൂ. അതിന് മുന്നേ
ഇല്ല സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സെറ്റാക്കി വെക്കും. തുറന്നില്ലേ? തുറന്നില്ല. അയ്യോ പെട്ടു. നമ്മള് ഇത് വാങ്ങാൻ വേണ്ടി വന്നേന്ന്, കട തുറന്നിട്ടില്ല. എന്ത് നെഹലുകൾ നടന്നു പോകുന്നുണ്ടല്ലേ, നെഹലുകൾ നടന്നു പോകുന്ന എന്താ ഈ നെഹലുകൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിയുന്നത് ഇതാ. ഈ ആഴ്ചത്തെ മൊത്തം തിരക്കാണ്, വിഷുവിന്റെ തിരക്കാണ്. അരിമേല് പോണോ ചാടിക്കാൻ? ബദാം ടീ ഉണ്ടാവുമായിരിക്കും, പോയേക്കാം. ഇത് രാധാ തിയേറ്റർ, എമ്പുരാൻ കളിക്കുന്നുണ്ട്. എമ്പുരാൻ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു. സമയമൊക്കെ ആരും എത്തിയില്ല. എന്തായാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ഷോപ്പും തുറക്കും. ഒരു ആളും ഇല്ല, എല്ലാം അടച്ചിട്ട് കണ്ടില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയി നോക്കുന്ന ഒരു ചായ കുടിക്കാനുള്ള ഒരു ഐഡിയയിലാണ്. അതില് ബദാം ടീ, ബദാം ചായ കുടിക്കാനാ പോയത്. ഷോപ്പ് തുറന്നിട്ടില്ല, അവരൊന്നും തുറന്നിട്ടില്ല, ആരും തുറന്നു. എല്ലാവരും ലേറ്റാ. അപ്പം ബദാം ടീ ഒഴിവാക്കി നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാ, ബീച്ചിലേക്ക് പോലെ. ബീച്ചിലേക്ക് പോയിട്ട് കട്ടൻ ചായ അടിക്കാം. അപ്പം ഡ്രൈവിങ് പഠിച്ചതിനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഓടിക്കലും മുക്കലും പിടിക്കലൊക്കെ അവിടെ തന്നെ ആയിക്കോട്ടെ. ഇത് ബാസ്കറ്റ് ബോൾ കളി എടുക്കുന്നുണ്ട്, നല്ല നല്ല അടിപൊളി. ഇപ്പൊ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, വൈകുന്നേരം മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. 15 സ്ക്വയറിന്റെ ഉള്ളിലേക്ക്. ഫസ്റ്റ് എന്നറിയോ, ഈ നെയ്ത്തിന്റെ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായതാ. പക്ഷെ ഇതൊപ്പം കൂട്ടിക്കിടക്കുക. സമരം എത്ര വർഷം, 17 വർഷമായി അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. 17 വർഷം മുന്നേ നിർത്തിയ സ്ഥാപനം അത്, ഗവൺമെന്റിന്റെ ആയിരുന്നു. കോൺട്രസ്റ്റ് ബിൽഡിംഗ് കേസോ എന്തൊക്കെയോ ആണ് ഇതിലൊക്കെ. ഇതാണ് മാനാഞ്ചിറ സ്ക്വയറിന്റെ ചേർന്ന് നിൽക്കുന്ന കുളം. ഇത് പണ്ട് സമുദ്രരാജാവൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായ കുളമാണ്. ഇതാണ് കോൺട്രസ്റ്റ് ഫ്രണ്ട് ഭാഗമാണ്. ടെക്സ്റ്റൈലിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്രസിദ്ധമായ ക്രൗൺ തിയേറ്റർ. പിന്നെ ഇത് കാണുന്നത് കോർപ്പറേഷന്റെ ടൗൺ ഹാള്. ഇത് ഇടത്തോട്ട് പോയാൽ കണ്ണൂരും വലത്തോട്ട് പോയാൽ ബീച്ച്, അങ്ങനെയാണ് ഇതിന്. ഇത് GST ഭവൻ എന്നാണ്. GST ഭവൻ ഇതിന്റെ ബസ് സ്റ്റോപ്പാണ്. നേരത്തെ നമ്മൾ വന്ന വഴി തന്നെയാണിത്. അപ്പൊ അതിനോട് അതിന്റെ പാരൽ റോഡാണ്. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ പള്ളികളാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ സാമൂഹികതയും അതുപോലെ ഈ ബ്രിട്ടീഷുകാരായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പള്ളികളും ക്രിസ്ത്യൻ സ്കൂളുകളൊക്കെ മിഷണറി സ്കൂളുകളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നഗരമാണ് ഈ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. പൈതൃകമായിട്ട് ഒരുപാട് എല്ലാവരുമായിട്ട് അറ്റാച്ച്മെന്റിലൊരു നഗരമാണ് ഈ കോഴിക്കോട്. ഫ്ലൈ ഓവർ. ഈ കാണുന്നതാണ് നമ്മുടെ പ്രസിദ്ധമായ പാരഗൺ ഹോട്ടൽ. അതിന്റെ നേരെ താഴെ, ബ്രിഡ്ജിന്റെ നേരെ താഴെ പാരഗൺ ഹോട്ടൽ.
ഇത് ടാഗോർ സെന്റിനറി ഹാള്. ഇത് സംസം ഹോട്ടൽ, നല്ല ഫേമസ് ഹോട്ടലാണ്, കുറെ വർഷം പഴക്കമുള്ളതാണ്. ഇത് കുഴിമന്തിന്റെ ഒരു ഇതാണ്, നഹദി മന്തി റെസ്റ്റോറന്റ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു ഗൈസ്. 500 രൂപ പെട്ടി വരും. ഇപ്പോഴാണ് ഓർത്തത്. ഇത് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോകുന്ന ജംഗ്ഷനാണ്. ഓവർടേക്കൊക്കെ ചെയ്യുന്ന ഒരു മര്യാദ ഇല്ലേ? ജംഗ്ഷനിൽ കൂടി ഒക്കെ എടുക്കുമ്പോ മര്യാദ കാണിക്കണ്ടേ? കാർ ഡ്രൈവറെ. ഗവൺമെന്റ് ബീച്ച് ഹോസ്റ്റലിലാണ് ഈ സൈഡ് കാണുന്നത്. ബീച്ച് ഹോസ്റ്റലിന്റെ സൈഡിൽ കൂടെ വഴിയാണ്. ഇതാണ് ബീച്ച്, നമ്മുടെ പ്രസിദ്ധമായ കോഴിക്കോട് ബീച്ചിലെ എൻട്രൻസ്. എന്തോ മാരത്തോൺ എന്തോ നടക്കുന്നുണ്ട്, അതിന്റെ തിരക്കാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ വേറെ മാരത്തോൺ നടക്കുന്നത്. കോഴിക്കോട് ബീച്ച് എപ്പോഴും വളർന്നിട്ടാണ്. രാത്രി ആയാലും വൈകിട്ട് പകലായാലും ഏത് സമയത്ത് വന്നാലും ആളുണ്ടാവും. വണ്ടി വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വേറെ സ്ഥലമില്ല. ഇവിടെ ഗ്യാപ്പുണ്ട്. അടച്ചോ, ഓർക്കാൻ പോയിക്കോട്ടെ. കയറ്റാൻ കഴിയും? എനിക്ക് കയറ്റാൻ കഴിയോ? എടുക്കാൻ കഴിയോ? ഒന്ന് മുന്നോട്ട് കൂട്ടിയെടുക്കും, വലത്ത് കൂട്ടിയെടുക്കും. എന്നിട്ട് ബാക്കി ചോട്ടിയെടുക്കും. അത് അത്ര മതി. നേരേക്ക് കൊടുക്കും. ഒന്ന് ബാക്കി ഇടത്തോട്ട് ഒന്നില്ലേ? കുറച്ചുകൂടെ പോട്ടെ, ആടക്കട്ടെ. കോഴിക്കോട് ബീച്ച് രാവിലെ ഉണ്ട് ആൾക്കാർ. അതിരാവിലെ വരും ആൾക്കാർ. ഇവിടെ ഫുട്ബോൾ കളിയുണ്ട്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഈ കച്ചവടത്തിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും കുറെ ആൾക്കാർ കിടന്നുറങ്ങുന്ന സ്ഥലം കണ്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ ബലൂണ് അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് പണി നടക്കുന്നുണ്ട്. 1-2 മാസം കൊണ്ടൊക്കെ ശരിയാകുമായിരിക്കും. ബലൂണ് ഇതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ രാത്രി നൈറ്റ് വാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ ആണ്. ഇതൊക്കെ വേസ്റ്റ് ടാങ്കിന്റെ ഒക്കെ അതാണെന്നാ തോന്നുന്നു. വലിയ കുഴിയൊക്കെയാണ്. ഇതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. വലിയ കുഴിയാ. ആണ്ടാ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലാതെ. ഈ ഒരു കാലത്ത് ഞാനും മക്കള് മോൻ ചെറുതാകുമ്പോ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നു ഈ സാധനങ്ങൾ വാങ്ങാൻ. അവനെ ഇതിനായിട്ട് വരും എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ച എടുത്ത്. ഒരു വർഷങ്ങളായല്ലോ ഷോപ്പാ. മൂപ്പരതിന്റെ ആള്. ചെറുപ്പം ആളെ ഉറങ്ങുന്നുണ്ടാവും. തലയിൽ കെട്ടിയ മൂപ്പരാണ് അതിന്റെ ആള്. ബോള് വെച്ചാൽ നല്ല ഉറപ്പുള്ള എടുത്തോ. ഇത് വെച്ചു. ഇത് പിന്നെ നിക്കുന്നല്ലേ? സ്ട്രോങ് ആകട്ടെ. ഇത് കുറച്ച് ഉറപ്പ് പറയും. ഇത് സോഫ്റ്റാ. ഇത് സോഫ്റ്റ് ഇല്ല. ഇത് കുറച്ച് സ്ട്രോങ്. ആ ബോള് കുറച്ച് സ്ട്രോങ് ആണ്. കിട്ടും. ബോൾ എത്രയാ? നമ്മളെ പുത്രനായിട്ട് ഇവിടെ വരലുണ്ടെന്ന് പണ്ട്. ഓർമ്മ അറിയില്ല. പഠിപ്പൊക്കെ കരാട്ടെ പരിപാടിയാ. 15 വയസ്സായി. ഓനൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ. ഇവിടെ ബന്ധപ്പെട്ടിലൊക്കെ വന്നാലും ആദേശം വന്നല്ലേ? ചെറിയ മക്കളായിട്ട് ചെറുപ്പത്തിൽ തന്നെ കൈക്കുഞ്ഞായിട്ട് വന്നിട്ടുള്ള കുറെ മക്കളുണ്ട്. സ്ഥിരം തരുന്ന ഒരുപാട് മലപ്പുറത്തായിട്ട് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ മക്കള് ഒരുപാട് വന്നു. ഇവിടെ പാല് കുടിക്കാൻ വന്ന മക്കള് വരെ വലുതായിട്ട് അവര് വന്നാലും കഴിക്കുള്ളൂ.
ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല എന്നൊക്കെ. ഇവിടെ മരുന്ന് സെറ്റായിട്ട് വരുന്നൊക്കെ ഉണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കുറെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഇവിടുന്ന് പാല് കൊടുത്തുള്ള സ്ഥലങ്ങളല്ലേ. അതെ അതെ. കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. ഈ സ്ഥലവും മാറിയില്ലല്ലോ, അത് അവിടെ തന്നെയാണല്ലോ, പണ്ട് ഇങ്ങനത്തെ ഇവിടെ തന്നെയായിരുന്നല്ലോ. അല്ല ഇവിടുന്ന് തിരിച്ചിട്ടായിരുന്നു. കുറച്ചും കൂടെ മാറിയില്ല. കുറച്ചും കൂടെ മാറി തിരിച്ചിട്ടാണ്. അതിന്റെ കൂടി കുറച്ചും കൂടെ തിരിച്ചിട്ട് മാത്രമല്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് ഉണ്ടല്ലേ, ഇതൊക്കെ ബ്രിട്ടീഷുകാരെ കാലത്തുള്ളതാ ലൈറ്റ് ഹൗസ്. നല്ല വൈബാ കോഴിക്കോട്. രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാല് നല്ല ഇളഞ്ഞ പേര് കൊണ്ട് നമുക്ക് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കാം. വൈകിട്ടൊന്നും ഇങ്ങോട്ട് പ്രദേശത്തേക്ക് എടുക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ അതിന് മാത്രം ആൾക്കാരുണ്ട്. ഏത് അങ്ങോട്ട് പോയി അത് ഞാൻ ഫുൾ റൗണ്ട് ഒടിഞ്ഞിട്ടുള്ളൂ. സ്റ്റെയറിംഗ് തെറ്റിക്കാം, റൗണ്ട് ഒടിക്കുമ്പോൾ സ്റ്റെയറിംഗ് തെറ്റിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങോട്ട് പോണില്ല വണ്ടി. ഇതാണ് വരക്കൽ ദുർഗാദേവി ക്ഷേത്രം. വരക്കൽ നല്ല വൈബുള്ള സ്ഥലം. കോഴിക്കോട് ബാരാക്സ് മിലിറ്ററി ക്യാമ്പാണ്. സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന കാട് കുറ്റിന്റെ ഉള്ളിൽ